ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിത്ത് സുധ. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ കുക്കുംബർ ജ്യൂസ് നല്ല ഹോട്ട് വെതറിൻ്റെ സമയത്ത് കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുടിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഈ കുക്കുംബറിലാണെങ്കിൽ 95% വാട്ടർ കണ്ടൻ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബോഡിയെ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും നമ്മുടെ ഹാർട്ടിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പം നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്യുകയും റീഫ്രഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഈ ഒരു ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 3 ക്യൂക്കമ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ 3 ക്യൂക്കമ്പറിനെ നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ ക്യൂക്കമ്പറിൻ്റെ തൊലി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ചിലപ്പോൾ നമ്മൾ തൊലി വെച്ച് ഉപയോഗിച്ച് ഇതിനെ ചെറുതായിട്ടൊരു ചമർപ്പ് ചുവ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. തൊലി വെച്ച് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യൂക്കമ്പറിൻ്റെ എല്ലാത്തിൻ്റെയും തൊലിയെല്ലാം ഞാനിവിടെ കളഞ്ഞ് ഇതിനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറിയ പീസസ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കുക്കുംബറൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്തെ നമ്മുടെ ഈ ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിനെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒന്ന് എല്ലാവരും ഓർത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കുംബറൊക്കെ ഇവിടെ ഏകദേശം തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പം ഞാനിതെല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളതിനേയും കഴിഞ്ഞും കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് കുറച്ച് മാറ്റിയിട്ട് ബാക്കിയെല്ലാം ഒരു പകുതി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പകുതി എടുത്തതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 3 ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപയോഗിക്കാൻ ഞാൻ 3 ഗ്ലാസ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്ത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത് ഞാൻ ഇതുപോലെ ഒരു ബോളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 പ്രാവശ്യം അരച്ചെടുത്തതും ഈ ബോളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും കൂടെ നല്ല റീഫ്രഷ് ആയിട്ടിരിക്കാനും നല്ലൊരു തണുപ്പ് കിട്ടാനുമാണ് ഈ ഐസ് ക്യൂബും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു വലിയ ലെമൺ എടുക്കണം കേട്ടോ. ഞാനൊരു വലിയ ലെമൺ എടുത്ത് വെച്ച് അതിനെ ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ട് വരാം കേട്ടോ. ആ വലിയ ലെമണിൻ്റെ ജ്യൂസും കൂടെ നമ്മൾ ഈ കുക്കുംബറിൻ്റെ ഈ അരച്ചതിനകത്തേക്ക് നമുക്ക് ഇനി ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോണേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. നമ്മൾ നേരത്തെ ഷുഗർ ചേർത്തിരുന്നല്ലോ. ഷുഗർ വേണ്ടാത്തവർ ഷുഗർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഷുഗർ ഇല്ലാതെയും നമുക്കിത് കുടിക്കാൻ പറ്റും. ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മിൻറ്റിൻ്റെ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മിൻറ്റ് ലീഫും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്നൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇനി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ ജ്യൂസിന് സ്പെഷ്യലി ഉണ്ടാക്കിയത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അവന് കൊണ്ടേ കൊടുത്തിട്ടേ നമുക്കൊന്നൊരു അഭിപ്രായം ചോദിക്കാവേ. വിഷ്ണു, നീ പറഞ്ഞ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറയണേ. സൂപ്പർ. താങ്ക് യു. അപ്പം എന്തായാലും പറഞ്ഞ ആൾക്ക് ജ്യൂസ് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്നതുമായ ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്.